അബുവിൻ്റെ മരണം ആദ്യം പുറത്തു വന്ന നിമിഷം ഒരു പ്രകമ്പനം പോലെ ആളുകളുടെ മനസ്സിൽ തട്ടി. ഇത് അബുവിനെ ഇഷ്ടപ്പെട്ടവർക്കും ഇഷ്ടപ്പെടാത്തവർക്കും വലിയൊരു ഞെട്ടൽ തന്നെയായിരുന്നു. കാരണം നിയമ വിദ്യാർത്ഥിയും കൂടിയായ അബു അരീക്കോട് ഒരു വേളയിൽ സ്വയം ജീവനൊടുക്കി എന്നുള്ള വാർത്ത അത്ര പെട്ടെന്നൊന്നും ആർക്കും വിശ്വസിക്കാനായില്ല. അതോടുകൂടി തന്നെ പലതരത്തിലുള്ള അഭിപ്രായങ്ങൾ ഉയർന്നു വന്നു. ഒരിക്കലും ഇത് ആത്മഹത്യയല്ല, കരുതിക്കൂട്ടി ആരോ അബുവിനെ ഇല്ലാതാക്കിയതാണെന്നുള്ള വാർത്തകളാണ് ഇതിൽ മിക്കതും. മരണം പുറത്തു വന്ന ഉടൻ സോഷ്യൽ മീഡിയയിൽ ഒരു നിമിഷം പോലും ശാന്തിയില്ലായിരുന്നു. ചിലർക്ക് തോന്നി അബുവിൻ്റെ അവസാന കാലത്തെ മുഖഭാവങ്ങൾ, പൊതുവേദികളിൽ പറഞ്ഞ ചില വാക്കുകൾ അബു തനിച്ചായിരുന്നതിൻ്റെയും തളർന്നു പോയതിൻ്റെയും സൂചനകളായിരുന്നു എന്ന്. മറ്റൊരു കൂട്ടർ പറഞ്ഞു അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരുമായുമുണ്ടായ അഭിപ്രായ വ്യത്യാസങ്ങൾ, അങ്ങനെ എന്തോ അബു പറഞ്ഞിട്ടില്ലാത്ത ഒരു കഥ കാരണമാകാം ഇത്. കൂടാതെ അബു അരീക്കോടിൻ്റെ പിതാവിൻ്റെ വേദനാജനകമായ വാക്കുകൾ പറഞ്ഞപ്പോഴും കൂടുതൽ പേരും പറഞ്ഞത് ഇത് സത്യമായിരിക്കാം. കാരണം തങ്ങളോട് യാതൊരു ആവലാതിയും കാണിക്കാത്ത പൊന്നുമോൻ ഒരു വേളയിൽ സ്വയം ജീവനൊടുക്കി എന്നുള്ള വാർത്ത ഈ പിതാവിനെയും ഞെട്ടിച്ചു. അവർക്കും ഇത് വിശ്വസിക്കാനായില്ല. പിന്നെ എങ്ങനെയാണ് എൻ്റെ മകൻ ഇല്ലാതായത് എന്നുള്ളത് അവരിൽ സംശയങ്ങളുണ്ടാക്കി. അക്കാരണത്താൽ ആ പിതാവും പറഞ്ഞു എൻ്റെ മകൻ ഒരിക്കലും ഇങ്ങനെ ചെയ്യില്ല എന്നും, ഇത് ആരോ കരുതിക്കൂട്ടി അവനെ ചെയ്തതാണെന്നും. എന്നാൽ ഇപ്പോൾ അബു അരീക്കോടിൻ്റെ പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത് അബുവിൻ്റെ ശരീരത്തിൽ യാതൊരു ബലപ്രയോഗത്തിൻ്റെ ഒരു അടയാളവുമില്ല. ഇപ്പോഴും തിരിച്ചറിയാൻ കഴിയാത്ത ഒരു കാര്യം അബു എന്തുകൊണ്ട് ഇങ്ങനെ ചെയ്തു എന്നുള്ളത്. ആദ്യം പുറത്തു വന്ന ലോൺ ആപ്പ് തട്ടിപ്പ് മൂലം തൻ്റെ നഗ്ന വീഡിയോകൾ പുറത്തു വരുമെന്ന ഭയത്താൽ അബു ഇങ്ങനെ ചെയ്തു എന്നതാണെങ്കിൽ, AI ടെക്നോളജി ഉപയോഗിച്ച് ചെറിയ കുട്ടിക്ക് പോലും ഇത്തരത്തിൽ ഇപ്പോൾ ചെയ്യാൻ കഴിയുന്ന സാഹചര്യമാണെന്ന് വ്യക്തമായി അറിയാവുന്ന അബു ഒരിക്കലും അക്കാരണത്താൽ ഇങ്ങനെ ചെയ്യില്ല എന്നുള്ളത് ഉറപ്പു തന്നെ. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ കാരണം തേടിയാണ് പോലീസ് ഇപ്പോൾ കേസ് അന്വേഷിക്കുന്നത്. അബുവിൻ്റെയും അബുവിൻ്റെ ഭാര്യയുടെയും ഫോണുകൾ പോലീസ് പരിശോധിക്കുന്നു. തീർച്ചയായും അബു സ്വയം ജീവനൊടുക്കി എന്നുള്ളത് തന്നെയാണ് വിലയിരുത്തൽ. എന്നാൽ അത് എന്ത് കാരണത്താൽ എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാകേണ്ടത്. അബുവും യൂട്യൂബർമാരുമായുള്ള ചില പ്രശ്നങ്ങൾക്ക് പിന്നിലും പോലീസ് അന്വേഷണം ചെലുത്തുന്നുണ്ട്. മറ്റൊരു കാര്യം, ഒരു മനുഷ്യൻ മരിച്ച് മണ്ണോട് ചേർന്നപ്പോഴും അവൻ്റെ പഴയ ചെയ്തികൾ കുത്തിപ്പൊക്കി അവനെ മോശവൽക്കരിക്കുന്ന പ്രവണത എങ്ങനെയാണ് ചില മനുഷ്യർക്ക് ചെയ്യാൻ കഴിയുന്നത്? ഒരു മനുഷ്യൻ മരിക്കുന്നത് ഒരു കഥ ഒടുക്കമല്ലേ? നമുക്ക് അവനെക്കുറിച്ച് പറയുന്ന വാക്കുകൾ അവൻ്റെ കുടുംബത്തിന് മുറിവാവാതിരിക്കട്ടെ. അബുവിൻ്റെ മരണം ഒരു ആത്മഹത്യയാണോ, ഒരു തെറ്റായ നിമിഷത്തിൻ്റെ ഫലമാണോ? അതൊക്കെ അന്വേഷിക്കുക നിയമത്തിൻ്റെയും ഫോറൻസിക്കിൻ്റെയും ജോലിയാണത്. നമ്മൾ ചെയ്യേണ്ടത്, ഒരാൾ മരണപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ അയാളെക്കുറിച്ച് ഇല്ലാവചനങ്ങൾ പറയുകയോ അയാളുടെ ഭാഗത്തു നിന്നുണ്ടായ ചില അപാകതകൾ ചൂണ്ടിക്കാട്ടി വിലയിരുത്തപ്പെടുകയോ ചെയ്യേണ്ടതല്ല. ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് ഒരു കുടുംബത്തിനെ വേദനിപ്പിക്കാത്ത തരത്തിലുള്ള പ്രതികരണങ്ങൾ നൽകേണ്ടതാണ്. തീർച്ചയായും അബു എന്തിനു വേണ്ടി മരണപ്പെട്ടു എന്നുള്ള കാര്യം പുറത്ത് വരിക തന്നെ ചെയ്യും.